റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ പോയിരിക്കൽ തുടർന്നു. ഒരു റമദാനിൽ ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. നമ്മുടെ ക്രിസ്തുവർഷ കണക്ക് പ്രകാരം, ജോർജിയൻ കലണ്ടർ പ്രകാരം നമ്മൾ ഇന്ന് ഗണിച്ചു വരുന്ന കോമൺ എറ CE എന്ന് പറയുന്ന സാധാരണയുള്ള ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 610 AD 610 എന്ന് നമുക്ക് പറയാം. CE 610 ഓഗസ്റ്റ് മാസം 10-ാം തീയതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് റമദാൻ മാസത്തിൽ ഹിറാ ഗുഹയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇരിക്കുമ്പോഴാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി നൽകപ്പെട്ടത്. ചരിത്രമെഴുതിയ റഹീഖുൽ മഖ്തൂം എന്ന വിഖ്യാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ രചിച്ച ഇന്ത്യൻ പണ്ഡിതനായ സഫീർ റഹ്മാൻ മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, നമ്മൾ ചരിത്രം ലഭ്യമായ സ്രോതസ്സുകൾ വെച്ച് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വഹി ലഭിച്ച തീയതി 610 ഓഗസ്റ്റ് 10 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ്. ഏതായാലും ആ ഓഗസ്റ്റ് 10 റമദാനിലെ അവസാനത്തെ 10-ലെ 21 എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായാലും ആ ഒരു തീയതി ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ, അന്നോളമുള്ള ചരിത്രത്തിൻ്റെ പ്രവാഹത്തിനെ വഴിതിരിച്ചുവിട്ട ഒരു സംഭവം ഉണ്ടായ ദിവസമായിരുന്നു. വഹി എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിവ്യ സന്ദേശം, അന്ത്യ സന്ദേശം ഈ ഭൂമിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുചെന്ന് എത്തിച്ച ഒരു ദിവസമായിരുന്നു അത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, വഹീനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നമുക്ക് ഉണ്ടാകുന്നൊരു സംഭവം കൂടിയാണല്ലോ വഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു എന്നത്. കൃത്യമായി പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ മക്കയിൽ നിന്ന് 2 മൈൽ ദൂരത്ത്, 2 2.5 3 മൈലിനകത്തുള്ള നൂർ പർവ്വതത്തിലെ ഹിറായിൽ ഏകാന്തതയിലിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സൃഷ്ടിയെ തേടി അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹ്യുമായി ഇറങ്ങി വന്ന ദിവസമായിരുന്നു അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന, എന്താണ് തനിക്ക് ലഭിക്കുന്നത് എന്ന് പോലും അറിയാതിരുന്ന, എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുമെന്ന് പ്രവാചകന് പ്രതീക്ഷയില്ലായിരുന്നു എന്ന് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. സഫീർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ ആ ഡേറ്റിൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ന് ചാന്ദ്ര വർഷപ്രകാരം, അഥവാ നമ്മൾ ഹിജ്റ കണക്കാക്കുന്ന ചന്ദ്രൻ്റെ ഗണന അനുസരിച്ച് ആ കലണ്ടർ പ്രകാരം 40 വയസ്സും 6 മാസവും 12 ദിവസവും കഴിഞ്ഞ സന്ദർഭമായിരുന്നു അത്. സൂര്യവർഷപ്രകാരം 39 വയസ്സും 3 മാസവും 22 ദിവസവും ആയ അന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സംഭവം ഉണ്ടായിരുന്നത്. 7 ആകാശങ്ങൾക്കും അപ്പുറത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വളരെ വിശാലമായ ഒരു പ്രപഞ്ചത്തിലെ ഒരു വളരെ ചെറിയ ഒരു തരിയായ ഭൂമിയിൽ, അറേബ്യയിൽ ആരും ഗണിക്കപ്പെടാതിരുന്ന, ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സ്ഥലത്ത്, മണൽക്കുന്നുകൾ മാത്രമുള്ള ആ ഒരു സ്ഥലത്ത് ഹിറാ ഗുഹയിലെ അകത്ത് ഏകാന്തതയിലിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി നൽകാൻ തീരുമാനിച്ചു. ആ വഹി എത്തി. ഹിറാ ഗുഹയുടെ നിശബ്ദതയിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം അത് മാറ്റൊലി കൊണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ശബ്ദം പറഞ്ഞത് ഇഖ്റ എന്നായിരുന്നു. ഇഖ്റ. ഈ ലോകത്ത് ലോകാവസാനം വരെ ഈ ലോകത്ത് പ്രകമ്പനം സൃഷ്ടിക്കേണ്ട അള്ളാഹുവിൻ്റെ വിശുദ്ധ വഹീൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ശബ്ദം, ആദ്യത്തെ വാക്ക് ഇഖ്റ, വായിക്കുക. പിൽക്കാലത്ത് പല സ്വഹാബികളും ഈ സംഭവം വളരെ വിശദീകരിച്ച് തന്നെ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഇഖ്റ എന്ന ശബ്ദം പണ്ട് ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് നൂഹ് നബിക്കും ഇബ്രാഹിമിനും മൂസ ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാം ഇവർക്കൊക്കെ അവതരിച്ച വഹ്യുമായി വന്ന അതേ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ശബ്ദം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് കേൾക്കുകയുണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞത്, ജിബ്രീൽ എന്ന് പറയുന്നത് അർ റൂഹുൽ അമീൻ, വിശ്വസ്തനായ അൽ അമീനായ റൂഹ്, ആത്മാവാണ് ജിബ്രീൽ എന്നാണ്. അർ റൂഹുൽ അമീൻ. റൂഹ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല
വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനാണ് അള്ളാഹു പ്രയോഗിച്ചത്. വിശുദ്ധ ഖുർആനുമായി ഇറങ്ങിയത് സാധാരണ ഒരാളായിരുന്നില്ല, സാധാരണ ഒരു മലക്കായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലക്ക്, അള്ളാഹുവിൻ്റെ ദൂതന്മാർക്കും അള്ളാഹുവിനും ഇടയിൽ സന്ദേശം എത്തിക്കാൻ ഏൽപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം. നസല ബിഹി റൂഹുൽ അമീൻ. ഈ വിശുദ്ധ ഖുർആനും കൊണ്ട് ഇറങ്ങിയത് വിശ്വസ്തനായ ആത്മാവാണ്, വിശ്വസ്തനായ റൂഹാണ്, റൂഹുൽ അമീനാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിച്ചത്. അന്നു മുതൽ മുഹമ്മദ് എന്ന വ്യക്തിയുടെ ചരിത്രവും ജീവിതവും മാറിമറിഞ്ഞു. ഇതുവരെ നമ്മൾ കേട്ട 40 വയസ്സുവരെയുള്ള മുഹമ്മദ് എന്ന വ്യക്തിയുടെ ചരിത്രമല്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന ചരിത്രം, ഇനി കേൾക്കാൻ പോകുന്ന നമ്മുടെ ചരിത്ര സംഭവങ്ങൾ, അനാഥത്വം നിറഞ്ഞ ബാല്യം പിന്നിട്ട്, അതുപോലെ തന്നെ ആടുമേച്ച് നടന്ന കൗമാരം പിന്നിട്ട്, മക്കയിലെ ആളുകൾ അൽ അമീൻ എന്ന സ്നേഹത്തോടെ വിളിച്ചിരുന്ന യൗവനവും പിന്നിട്ട്, മക്കക്കാർക്കിടയിൽ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടി എന്നറിയപ്പെട്ടിരുന്ന മുഹമ്മദ് എന്ന വ്യക്തി ഇന്ന് മുതൽ, ഈ വഹി ലഭിച്ചത് മുതൽ മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടേണ്ട വ്യക്തിയല്ല. ഇനി അറിയപ്പെടുന്നത് മുഹമ്മദ് നബിയുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ആ മനുഷ്യൻ ഇനി അറിയപ്പെടുന്നത്. അത് വളരെ വ്യത്യാസമാണ്. മക്കയിലെ അന്ന് വരെ ഉണ്ടായിരുന്ന 40 വയസ്സ് വരെയുള്ള ആ ജീവിതം മാറി ഹിറാ ഗുഹയിലേക്ക് പോയ ആ കാലം മുതലുള്ള ഒരു 40 വയസ്സുള്ള ജീവിതം ഹിറാ ഗുഹയിലേക്ക് കയറുമ്പോൾ പിന്നിൽ ഉപേക്ഷിച്ച് ഹിറാ ഗുഹയിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു ദൗത്യവും ഏറ്റെടുത്തുകൊണ്ടാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ലഭിക്കാത്ത, ഒരു മനുഷ്യനും അതുവരെ ലഭിച്ചിട്ടില്ലാത്തതും ഈ ഒരു മനുഷ്യനും ആഗ്രഹിക്കാൻ പോലും ആകാത്തതുമായ ഒരു സ്ഥാനവും കയ്യേറിക്കൊണ്ടാണ് മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന വ്യക്തി ആ ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചരണ്ട് ആ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ വരവിന് ശേഷം പുറത്തിറങ്ങുന്നത് എന്നതാണ് ഈ ഒരു സംഭവം മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു വ്യക്തിത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ചതുപോലെ റഹ്മത്തുൻ ലിൽ ആലമീൻ, ഈ ലോകങ്ങൾക്ക് മുഴുവൻ, എല്ലാ ലോകങ്ങൾക്കും, എല്ലാ ആലമുകൾക്കും, ഈ ലോകത്തിൽ വിവിധങ്ങളായ ലോകങ്ങൾക്ക്, മനുഷ്യകുലത്തിന്, ജിന്നു വർഗത്തിന് എല്ലാവർക്കും കാരുണ്യമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ചത്. ആയുസിൻ്റെ 40കളിൽ എത്തി നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിശദീകരിച്ചതുപോലെ അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ലോകത്തിൻ്റെ നായകത്വം ഏറ്റെടുത്ത ദിവസമായിരുന്നു അന്ന്. മുഹമ്മദ് എന്ന വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോക മാനവരാശിയുടെ നായകത്വം ഏറ്റെടുത്ത ദിവസമായിരുന്നു അന്ന്. അജ്ഞതയുടെയും അവിവേകത്തിൻ്റെയും ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ വഹി എന്ന വെളിച്ചവുമായി ആളുകൾ പിന്തുടരപ്പെടേണ്ട ഒരു മനുഷ്യനായി മുഹമ്മദ് എന്ന വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയ ഒരു ദിവസമായിരുന്നു അന്ന്. ഇനി മുതൽ, ആ ദിവസം മുതൽ ഈ ലോകം പിന്തുടരേണ്ട ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ അത് ഈ മനുഷ്യരാണ്. തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് ഏതൊരു വ്യക്തിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണോ ഉള്ളത്, അത് ഈ മനുഷ്യനാണ്. ഈ മനുഷ്യരിൽ നിന്നിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർ തങ്ങളുടെ ശരീഅത്തായി, തങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട നിയമവ്യവസ്ഥയായി പിന്തുടരേണ്ടത്. അതിലൂടെ മാത്രമാണ് ഏതൊരു മനുഷ്യനും, ലോകാന്ത്യം വരേക്കുമുള്ള ഏതൊരു മനുഷ്യനും വിജയവും പരാജയവും നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെ ആ വഹ്യ് എന്ന സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റമദാനിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 വചനങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് എന്ന ദിവ്യ സന്ദേശം പ്രവാചകന് വെച്ചു നീട്ടിയ സന്ദർഭം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിരക്ഷരനായ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലടിപ്പാടുകൾ, അതാണ് ഇനി ലോകത്തുള്ള ഏതൊരു സമൂഹവും കാലവും ദേശവും നിറവും ഒന്നും വ്യത്യാസപ്പെടാതെ പിന്തുടരേണ്ടത്. ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, ഈ ലോകം മുഴുവൻ ഉള്ള ആളുകൾക്ക് നേർവഴി കാണിക്കാൻ ഇനി വഹ്യുമായി രംഗത്ത് വരുന്നത് മുഹമ്മദ് എന്ന അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നാം നേരത്തെ വിശദീകരിച്ചതുപോലെ അതുവരെ ഖദീജയുടെ ഭർത്താവെന്നോ, അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടി എന്നോ, അബ്ദുള്ളയുടെ മകൻ എന്നോ, അല്ലെങ്കിൽ ആമിനയുടെ മകൻ എന്നോ ഉള്ള പരിചയപ്പെടുത്തലുകൾ ഇനിയില്ല.
ഇനിയുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന പരിചയപ്പെടുത്തലാണ്. ഇനിയുള്ളത് ആദരവോടുകൂടിയുള്ള എല്ലാവിധ ബഹുമാനങ്ങളും നൽകിയുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന പരിചയപ്പെടുത്തലാണ്. ഇനി മറ്റുള്ള പ്രവാചകൻ്റെ പരിചയപ്പെടുത്തലുകൾ, മറ്റുള്ള വിലാസങ്ങളൊക്കെ പ്രവാചകനിൽ നിന്ന് പോയി മറഞ്ഞു. ഇനിയുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഐഡൻറ്റിറ്റിയാണ്.